നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. സോഷ്യൽ റെവല്യൂഷൻ ഇൻ ദ മോഡേൺ വേൾഡ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് ദ റെവല്യൂഷണറി പാത്വേസ് എന്നാണ്. നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട അതിനുശേഷമുള്ള ചില ഇവന്റ്സ്, അതുപോലെ തന്നെ അതിനുശേഷം ലോകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഈ റെവല്യൂഷൻ എന്ന വേർഡ് തന്നെ മാറ്റത്തെ കുറിക്കാനാണ്. സഡൻ ചേഞ്ച് എന്നാണ് റെവല്യൂഷൻ എന്ന വേർഡിന്റെ അർത്ഥം. സോ ഈ ഫ്രഞ്ച് റെവല്യൂഷനെ തുടർന്ന് ലോകത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് അഥവാ മാറ്റം എന്ന് പറയുന്നത് ഇവിടെ മൊണാർക്കിയിൽ നിന്ന് ഒരു റിപ്പബ്ലിക്കിലേക്കുള്ള ഒരു മാറ്റം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ലോകത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ രാജവാഴ്ച നിയന്ത്രണ വിധേയമാവുകയും ജനപ്രതിനിധികൾ ഭരണത്തിലേക്ക് വരികയും ചെയ്തു. പിന്നീട് അത് റിപ്പബ്ലിക്കിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്തു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ റെവല്യൂഷന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു നാഷണൽ അസംബ്ലിക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഒരു പങ്ക്, ഈ ഒരു റെവല്യൂഷനെ നിയന്ത്രിക്കുന്നതിൽ, അതിന്റെ കോഴ്സുകൾ ഡീൽ ചെയ്യുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു പങ്ക് ഉണ്ടായിരുന്നു എന്നത് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം അഥവാ ഭരണഘടനാവാദം എന്ന ഭരണഘടനാവാദം ആദ്യമായിട്ട് ഫ്രാൻസിൽ പ്രായോഗികമായിട്ട് നടപ്പിലാകുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ്സ് ജനറൽ മുതൽ നാഷണൽ അസംബ്ലി വരെയുള്ള ആ ഒരു പരിവർത്തനം, ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ്. അതായത് 1789 എന്ന് വെച്ചാല് ഫ്രഞ്ച് റെവല്യൂഷന്റെ വർഷമാണ്. 1789 മെയ് മാസത്തില് ലൂയി 16 സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തു. അപ്പൊ ഈ സ്റ്റേറ്റ്സ് ജനറൽ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പാർലമെന്റ് ആയിട്ട് നമുക്ക് പറയാം. ജനസഭയാണ്, ജനപ്രതിനിധികൾ വരുന്ന ഒരു സഭയാണ്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ സഭയാണ്. എന്നാൽ ഈ ഒരു സഭ സ്റ്റേറ്റ്സ് ജനറല് സാധാരണഗതിയിൽ വിളിച്ചു ചേർക്കാറേ ഇല്ല. വർഷങ്ങളോളം ഈ പാർലമെന്റ് വിളിച്ചു ചേർക്കുന്ന ഒരു അവിടെ ഇല്ല. ലൂയി ഭരണാധികാരികളുടെ കടുത്ത സ്വേച്ഛാധിപത്യം, നൂറ്റാണ്ടോളം അടുത്ത കടുത്ത സ്വേച്ഛാധിപത്യത്തിന്റെ പിടിയിലായിരുന്നല്ലോ ഫ്രാൻസ് ഉണ്ടായിരുന്നത്. സോ ഈ സ്റ്റേറ്റ്സ് ജനറല് വിളിച്ചു ചേർക്കുന്ന പതിവുണ്ടായിരുന്നില്ല. എന്നാല് ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് 1785 ശേഷം ഫ്രാൻസിലെ സാമ്പത്തിക ബാധ്യതയിലാണ് ഏതാനും വർഷങ്ങളായിട്ട് പോകുന്നത്, ഡെക്കേഡ്സ് ആയിട്ട് പോകുന്നത് അങ്ങനെയാണ്. എന്നാൽ ഫ്രാൻസ് അതികഠിനമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരികയും ഈ സമയത്ത് ജനങ്ങളുടെ മേല് പുതിയ നികുതികൾ ചുമത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർക്കേണ്ടതിന്റെ ഒരു ആവശ്യകത വന്നു. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് ലൂയി 16 1789 മെയ് മാസത്തില് ഈ സ്റ്റേറ്റ് ജനറല് വീണ്ടും വിളിച്ചു ചേർക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ഈ ഒരു പ്രതിനിധി സഭ വിളിച്ചു ചേർത്തു. നമുക്കറിയാം, ഫ്രാൻസില് വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നതായിരുന്നില്ല, എസ്റ്റേറ്റുകൾക്കായിരുന്നു വോട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്രാൻസില് 3 എസ്റ്റേറ്റ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ്, അതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാരും, തൊട്ട് താഴെയുള്ള എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രഭുക്കന്മാരുൾപ്പെടുന്ന ഒരു കാറ്റഗറിയാണ്. അതിനും താഴെയാണ് സാധാരണക്കാരും മധ്യവർഗക്കാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ 3ാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. സോ ഓരോ എസ്റ്റേറ്റിനും ഒരു വോട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ 2 എസ്റ്റേറ്റുകളും, അതായത് പുരോഹിതന്മാരും പ്രഭുക്കന്മാരും വളരെ സുഖലോലുപരായിട്ട് ജീവിച്ചു പോവുകയാണ്. ഈ ഒരു ഘട്ടത്തില് രാജാവ് എടുക്കുന്ന എന്ത് തീരുമാനത്തോടും അവർ ഒരേ സമീപനം അല്ലെങ്കിൽ ഒരു അഭിപ്രായം തന്നെയാണ് ഈ 2 എസ്റ്റേറ്റുകൾക്കും ഉള്ളത്. ഇനി 3ാമത്തെ എസ്റ്റേറ്റ്, അതാണ് സാധാരണക്കാർ ഉൾപ്പെടുന്ന ഈ എസ്റ്റേറ്റ് ആണ് ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്നത്. എല്ലാത്തരം നികുതി ഭാരവും വന്നു ചേരുന്നത് ഈ എസ്റ്റേറ്റിലായിരുന്നു. നമുക്കറിയാം, ടൈത്ത് എന്നും ടൈൽ എന്നും ഒക്കെ പേരുള്ള 2 നികുതികൾ ഫ്രാൻസിൽ ഏർപ്പെടുത്തിയിരുന്നതൊക്കെ നമുക്കറിയാവുന്ന വസ്തുതയാണ്. ഈ 2 നികുതിയുടെയും ഭാരം വരുന്നത് സാധാരണക്കാരിലാണ്. ഇത് മാത്രമല്ല, മറ്റനേകം നികുതികളുണ്ട്. നിങ്ങൾ വിശദമായിട്ട് ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് അത് പഠിച്ചിട്ടുണ്ടാവും. അവിടെ വീഞ്ഞുണ്ടാക്കുന്നതിന്
ബ്രെഡ് ഉണ്ടാക്കുന്നതിന്, ഇതിനെല്ലാം തന്നെ കുതിരകൾ ഉപയോഗിക്കുന്നതിനൊക്കെ തന്നെ നികുതി ഈടാക്കിയിരുന്നു. അപ്പൊ ഇത്തരം എല്ലാതരം നികുതികളും ഈവൻ അത് ഉപരിവർഗം അവരുടെ ലക്ഷൂറിയസ് ലൈഫിന്റെ നികുതി പോലും ഒടുക്കിയിരുന്നത് ആരായിരുന്നു? ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മുകളിലുള്ള രണ്ട് എസ്റ്റേറ്റുകൾക്കും ഏതൊരു തീരുമാനത്തിലും ഒരേ അഭിപ്രായം ആകയാൽ അവിടെ പാസ്സാക്കുന്ന നിയമങ്ങൾ, ഏതൊരു ബില്ല്, ഏതൊരു നിയമം അവിടെ ചർച്ചയ്ക്ക് വെച്ചാലും ഒരേ അഭിപ്രായം ഈ രണ്ട് വിഭാഗത്തിന് പറയുകയും അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ അഭിപ്രായങ്ങൾ അവിടെ വോട്ടിൽ പരാജയപ്പെടുകയാണ് ചെയ്തിരുന്നത്. കാരണം മൂന്നിൽ 2 വോട്ടും ഒരേ അഭിപ്രായത്തിന് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട് എന്നുള്ള കാര്യത്തില് സാധാരണക്കാർക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർ ആവശ്യപ്പെട്ടത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നതായിരുന്നു. കാരണം എണ്ണത്തിൽ വളരെയേറെ കൂടുതലായിരുന്നു സാധാരണക്കാർ. പക്ഷെ എസ്റ്റേറ്റ് ആയിട്ട് പരിഗണിക്കുമ്പോൾ അവര് ഒറ്റ ഒരു എസ്റ്റേറ്റ് ആയിട്ട് പരിഗണിക്കുകയും ചെയ്യും. ഈ പ്രഭുക്കന്മാരെക്കാളും പുരോഹിതന്മാരെക്കാളും എണ്ണത്തിൽ വളരെയേറെ കൂടുതലുള്ള ഒരു മെജോറിറ്റി പീപ്പിൾ ആയിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മൂന്നാം വർഗം അവര് ഈ ഒരു രീതിയെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെയാണ് 1789 ജൂൺ 17 ഈ മൂന്നാമത്തെ വിഭാഗം അഥവാ മൂന്നാമത്തെ എസ്റ്റേറ്റ് തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് രാജവാഴ്ചയ്ക്ക് ഏൽക്കുന്ന ആദ്യത്തെ വെല്ലുവിളി എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ജനങ്ങള് അവരാണ് പരമാധികാരത്തിന്റെ അവകാശികള്, ജനങ്ങളാണെന്നും ഞങ്ങളാണ് ഇവിടുത്തെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ സമരരംഗത്തേക്ക് കടന്നു വരികയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. അപ്പോൾ ജൂൺ 20 ഈ ഒരു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നു. അതായത് രാജാവിന്റെ ഉത്തരവ് അനുസരിച്ചിട്ട് അവര് അവിടുത്തെ ഹാളില് സെനറ്റില് പ്രതിജ്ഞ അല്ലെങ്കിൽ അവിടെ സംഘം ചേരാൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. എന്നാൽ ആ ഹാളിൽ നിന്ന് ഇവരെ ഇറക്കി വിടുന്നു. അതോടുകൂടി അവര് തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടില് ഒത്തുചേരുകയും ഇവിടെയാണ് ഇനി ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി, അതായത് എവിടെയാണോ ജനങ്ങൾ സമ്മേളിക്കുന്നത് അതായിരിക്കും അവരുടെ പാർലമെന്റ് എന്നുള്ള രീതിയിലേക്ക് അവര് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രതിജ്ഞയാണ് ചരിത്രപ്രസിദ്ധമായ ടെന്നീസ് കോർട്ട് ഓത്ത് അഥവാ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കും വരെ തങ്ങൾ ഇനി പിരിഞ്ഞു പോവുകയില്ല എന്ന് അവര് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പൊ ഇത് ഭരണഘടനാവാദത്തിന്റെ തുടക്കം എന്നാണ് നമ്മൾ ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ഇനി നാഷണൽ അസംബ്ലിയുടെ പ്രധാനപ്പെട്ട നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, ഇവർ ഫ്യൂഡലിസം നിർത്തലാക്കുക അല്ലെങ്കിൽ ഫ്യൂഡൽ അവകാശങ്ങളുടെ മേല് കൃത്യമായിട്ടുള്ള കടിഞ്ഞാണിടുക എന്നതായിരുന്നു ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 4 അവരതിനു വേണ്ടിയിട്ടുള്ള ജൂണിലാണ് പ്രതിജ്ഞ അല്ലെ ടെന്നീസ് കോർട്ടോട്, ജൂലൈ ഓഗസ്റ്റ് 2 മാസത്തോടു കൂടി തന്നെ ഇവർ അതിനുള്ള കൃത്യമായിട്ടുള്ള നടപടികളും പ്രവർത്തനങ്ങളും ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 4 കൂടിയിട്ട് ഫ്രാൻസില് ഈ ഫ്യൂഡൽ ചുമതലകളും ഫ്യൂഡൽ അവകാശങ്ങളും ഒക്കെ അവസാനിപ്പിച്ചു. അപ്പൊ നിയമത്തിന്റെ മുന്നിൽ ഒരു സമത്വം, അതായത് റൂൾ ഓഫ് ലോയുടെ ഒരു ആദിമ രൂപം ഇവിടെ പാസ്സാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് 26 ഒരു റൈറ്റ് ഓഫ് മാൻ സിറ്റിസൺ എന്ന ഒരു പ്രഖ്യാപനം അവര് നടത്തുകയുണ്ടായി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനമല്ല, എന്നാൽ അതിന്റെയൊക്കെ ഒരു പ്രെഡിസസർ ആയിട്ട് നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യമാണ് ഇത്. റൈറ്റ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ എന്ന ഒരു പ്രഖ്യാപനം, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതുപോലെ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമത്തിന്റെ ആധിപത്യം, ജനാധിപത്യം, ഇതെല്ലാം ഇവിടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള, ഇത്തരം ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നിയമമായിരുന്നു, ഒരു നീക്കമായിരുന്നു ഇത്. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സഭാ സ്വത്തുക്കളെല്ലാം ദേശസാൽക്കരിക്കേണ്ടതാണ് എന്നതായിരുന്നു അവരുടെ അടുത്ത ആവശ്യം എന്ന് പറയുന്നത്. അതായത് സഭ വലിയ ഒരു ഫ്യൂഡൽ ലോഡ് തന്നെയായിരുന്നു. കാത്തലിക് സഭ, ക്രിസ്ത്യാനിറ്റി, കാത്തലിക് സഭ എന്ന് പറയുന്നത് അക്കാലത്തെ വലിയ ഒരു ഫ്യൂഡൽ ലോഡിനെ പോലെയാണ് പോപ്പിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പോ ഈ സ്വത്ത് കണ്ടുകെട്ടി അത് ദേശസാൽക്കരിച്ച് അത് രാഷ്ട്രത്തിന്റെ സ്വത്തായിട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു അടുത്ത നടപടി. ഇനി ഇത്തരം ഈ നടപടികളിലൂടെയൊക്കെ തന്നെ ഫ്രാൻസിന്റെ, പ്രത്യേകിച്ച് ഈ പറയുന്ന
സഭയുടെ സ്വത്ത് ദേശസാൽക്കരിക്കുന്നതിലൂടെ ഫ്രാൻസ് അതുവരെ അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധികൾക്കും പരിഹാരം, അല്ലെങ്കിൽ അതിനെല്ലാം മറികടക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരുന്നു ഇത്. ഇനി പല തരത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവർ മുറവിളി കൂട്ടുകയുണ്ടായി. അതായത് ഒരുപാട് ചെറിയ പ്രവിശ്യകളെയൊക്കെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ പുതിയ ഭരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, അവിടെ സമത്വമുള്ള ഒരു ഭരണ സംവിധാനം, രാജവാഴ്ചയിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുവരിക എന്നതായിരുന്നു ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി 1791 ഭരണഘടന രൂപീകരിക്കപ്പെട്ടു. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഫ്രാൻസിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആക്കിയിട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. മറ്റൊന്ന് അധികാര വിഭജനം. നമുക്കറിയാം മോണ്ടസ്ക്യൂയുടെ സ്പിരിറ്റ് ഓഫ് ലോ എന്നൊരു പ്രാമാണിക ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥത്തിലാണ് അധികാരം ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം അധികാരത്തെ വിഭജിക്കേണ്ടതാണ്, അധികാരത്തിന്റെ അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുക, അത് നടപ്പിൽ വരുത്തുക എന്ന പ്രക്രിയ എല്ലാം തന്നെ ഒരു ആളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഏജൻസിയിൽ നിന്ന് നടപ്പിലാക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ അഴിമതി കടന്നുകൂടാനുള്ള സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം ഒഴിവാക്കേണ്ടതെന്നാണ് മോണ്ടസ്ക്യൂ പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. നിയമം ഉണ്ടാക്കുന്നത് ആരാണ്? ലെജിസ്ലേച്ചർ ആണ്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ആണ്. ഇനി അതിൽ വേണ്ട വ്യാഖ്യാനങ്ങൾ നടത്തുന്നത് ജുഡീഷ്യറിയാണ്. അപ്പൊ ഇത് മൂന്ന് സ്വതന്ത്ര ബോഡികളായിട്ട് തന്നെ പ്രവർത്തിച്ചേ മതിയാകൂ. അപ്പോഴേ അഴിമതിയില്ലാതെ ജനങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സമത്വം, സാഹോദര്യം, ജനാധിപത്യം, ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വാദിച്ചു. ഇനി ഇതോടുകൂടി നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, രാജാവിന്റെ അധികാരത്തിന് കുറവ് വരികയാണ്, അല്ലെങ്കിൽ രാജാവിന് അധികാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് എങ്കിൽ പോലും രാജാവിന് വളരെ നാമമാത്രമായിട്ടുള്ള നോമിനൽ പവേഴ്സ് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നുള്ളൂ. അപ്പോ ഭരണഘടനാപരമായിട്ട് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി ഭരണഘടനാവാദം എന്ന ഒരു ആശയം, അതായത് കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്ന ഒരു കോൺസെപ്റ്റ് ഭരണാധികാരിക്ക് നിയമപരമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. ഇവിടെ അധികാര വിഭജനം, ജനാധിപത്യം, അതായത് ഒരു പ്രാതിനിധ്യ ഭരണം, ഇതെല്ലാം തന്നെ ഉറപ്പുവരുത്തും. അപ്പോ ഇനി നമ്മളിവിടെ നോക്കുന്നത് നാഷണൽ അസംബ്ലിയുടെ ചില പരിമിതികൾ, അതായത് നാഷണൽ അസംബ്ലിക്ക് നേരിട്ട് ചില നിരീക്ഷണങ്ങൾ കൂടി നോക്കുന്നത്. അതായത് രാജാവിനോട് പലരും ഒരു സമവായ നയം സ്വീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. അപ്പൊ എല്ലാവരും തന്നെ രാജാവിനോട് പൂർണ്ണമായിട്ടുള്ള മനോഭാവം ഒന്നുമില്ല കാണിച്ചിരുന്നത്. അപ്പൊ സമവായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. അത് ഒരു തരത്തിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ പരാജയത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പരാജയമായിട്ട് പൊതുവെ എണ്ണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമവായ ശ്രമങ്ങള് പല വിപ്ലവകാരികളെയും നിരാശപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ വോട്ടവകാശത്തില് സ്വത്ത് ഒരു യോഗ്യതയായിട്ട് അപ്പോഴും നിലനിർത്തി എന്നതായിരുന്നു മറ്റൊരു പോരായ്മ. അതും റവല്യൂഷണറീസിനെ നിരാശപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. കാരണം പൗരത്വം എന്ന് പറയുന്നത് സ്വത്തുള്ളവന് മാത്രം, നികുതി അടയ്ക്കുന്ന പൗരന്മാർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത്. നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിലെ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അടിമത്തം നിലനിന്നിരുന്നു അല്ലെ. അപ്പൊ ഈ അടിമകളായിരുന്നു ഒരു മെജോറിറ്റി ജനങ്ങൾ അടിമകൾ തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ വോട്ടവകാശമുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമായിരുന്നു നികുതി വച്ചിരുന്നത്. സ്ത്രീകൾക്ക്, അടിമകൾക്ക് ഒന്നും തന്നെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്നതുകൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് രാജഭരണത്തിന്റെ, അതുപോലെ തന്നെ ദൈവദത്ത അധികാരം, നമ്മള് ഡിവൈൻ റൂൾ അല്ലെ, രാജാധികാരത്തിന്റെ ഒരു ഡിവൈൻ റൂൾ ആണ് അന്ന് ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ അവസാനിച്ചു എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു പ്രാധാന്യം. ഇപ്പൊ ജനപ്രാതിനിധ്യ ഭരണത്തിന് അടിത്തറയിടുന്ന ഒരു പ്രക്രിയയായിരുന്നു ഈ പറയുന്ന ഫ്രാൻസിൽ അരങ്ങേറിയിട്ടുള്ള ഈ ഒരു നമ്മൾ വിവരിച്ച സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ ഒരു സ്വഭാവം പറയുമ്പോൾ നമുക്ക് എപ്പോഴും പറയാം ഒരു റാഡിക്കൽ സ്വഭാവമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആക്ടിവൈസേഷൻ വരുന്നത് എന്നാണ്
അപ്പോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആദ്യ ഘട്ടത്തില് ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്നതായിരുന്നു ആദ്യത്തെ ആവശ്യം. അതുപോലെ തന്നെ മിതവാദപരമായിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെയാണ് അവർ റെക്കമെൻഡ് ചെയ്തിരുന്നത്. എന്നാൽ 1792 മുതൽ ഈ വിപ്ലവം അല്പം കൂടി തീവ്രമാവുകയാണ്, അല്ലെ? വളരെ തീവ്രമായിട്ടുള്ള റിപ്പബ്ലിക്കൻ ജനാധിപത്യ ആശയങ്ങൾ, അതുപോലെ സാമൂഹിക സമത്വ ആശയങ്ങളൊക്കെ സമൂഹത്തിൽ വേദിക്കുകയും മോണ്ടസ്ക്യൂവിന്റെയും റൂസോയുടെയും വോൾട്ടയറുടെയും ഒക്കെ ഒരു അവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ തത്വചിന്തകളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനം ഘട്ടത്തിൽ സമൂഹത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങൾ ഈ രണ്ടാം ഘട്ടത്തില് അഥവാ 1792 ശേഷം കൃത്യമായിട്ട് ഫ്രഞ്ച് സൊസൈറ്റിയിൽ നമുക്ക് കാണാനായിട്ട്. അപ്പൊ ഈ ഒരു തീവ്രവൽക്കരണത്തിന്റെ റാഡിക്കലൈസേഷന്റെ കാരണം എന്ന് പറയുന്നത് രാജാവിന്റെ വിശ്വാസ വഞ്ചന തന്നെയാണ്. ഒന്ന് നമുക്കറിയാം, ഫ്രഞ്ച് റവല്യൂഷന്റെ ഒരു കോഴ്സിൽ ലൂയി 16 കൊല്ലപ്പെടുകയാണല്ലോ ചെയ്തത്. അപ്പൊ അതിനു മുൻപ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ജനങ്ങളോട് കൃത്യമായിട്ടുള്ള വിശ്വാസവഞ്ചനയാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വിദേശ സഹായമൊക്കെ തേടുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ ഒരു വിദേശ സഹായം തേടുകയും രാജ്യം വിടാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആ ഫ്രഞ്ച് റവല്യൂഷന്റെ പാർട്ടിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു രാജ്യം വിടാൻ ശ്രമിച്ച ഈ ഒരു പരിപാടി ഇദ്ദേഹത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇവർ തീവ്ര ആശയങ്ങളിലേക്ക് വരികയും ലൂയി 16 ഫ്രഞ്ച് ജനത പിടിച്ച് ഗില്ലറ്റിൻ ചെയ്യുന്നുണ്ട്. ഗില്ലറ്റിൻ എന്ന ഒരു വളരെ മൂർച്ചയേറിയിട്ടുള്ള ഒരു ആയുധം ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് ഒരു ഭീകരതയുടെ, നമുക്കറിയാം അതിനുശേഷം വന്നിട്ടുള്ള ഒരു ഭയത്തിന്റെ ഒരു ഭരണമുണ്ട്, അല്ലെ? റെയിൻ ഓഫ് ടെറർ എന്നറിയപ്പെടുന്ന ആ ഒരു ഭരണമുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ആ ഭരണത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖം കാണിക്കുന്ന ഒരു ഉപകരണമാണ് ഗില്ലറ്റിൻ. സോ ഇദ്ദേഹത്തെ ഗില്ലറ്റിൻ ചെയ്യുകയാണ് ചെയ്തത്. ഇനി ആ കാലഘട്ടത്തിൽ ഓസ്ട്രിയയുമായിട്ട് 1792 അതുപോലെ ഓസ്ട്രിയയും പ്രഷ്യയും ഒക്കെ ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ ഓൾറെഡി ഫ്രാൻസിൽ ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഓസ്ട്രിയയും പ്രഷ്യയും സംയുക്തമായിട്ട് ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് ഒരു റാഡിക്കൽ ചിന്താഗതികൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കൂടാതെ രാജ്യത്ത് അനേക ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായി. കാരണം സമ്പത്തും ഭക്ഷണവും ഒക്കെ തന്നെയായിരുന്ന വിഷയം. കടുത്ത കൊടും ക്ഷാമം നേരിട്ടത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആഭ്യന്തര സംഘർഷങ്ങൾക്ക് ഫ്രാൻസ് അക്കാലത്ത് വേദിയായി. അപ്പൊ ഇതും ഒരു റാഡിക്കലൈസേഷന്റെ കാരണമായി. ഈ സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, വിലക്കയറ്റം, ഇതൊക്കെ തന്നെയാണ് സാധാരണക്കാരെ ഈ ഫ്രഞ്ച് റവല്യൂഷനിലേക്കും അതിന്റെ റാഡിക്കൽ സ്വഭാവത്തിലേക്കും ഒക്കെ നയിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് റെയിൻ ഓഫ് ടെറർ. നമ്മൾ മുൻപ് പഠിച്ചതും ജസ്റ്റ് മെൻഷൻ ചെയ്തതുമായിട്ടുള്ള കാര്യമാണ്. 1793 മുതൽ 94 വരെയുള്ള ഒരു ചെറിയ പീരീഡ് റോബസ്പിയറുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഒരു ചെറിയ കാലഘട്ടമാണ് റെയിൻ ഓഫ് ടെറർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ പൊതു സുരക്ഷാ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി എന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും റോബസ്പിയർ ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തു. എന്നാൽ റോബസ്പിയർ ഈ വിപ്ലവത്തിന്റെ ശത്രുക്കളെ, അതായത് വിപ്ലവത്തിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ വളരെ കഠിനമായിട്ട് ആണ് നേരിട്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗില്ലറ്റിൻ എന്ന സമരായുധമൊക്കെ ഉപയോഗിക്കുന്നത്. വിപ്ലവത്തോട് ആഭിമുഖ്യമില്ലാത്തവരെയൊക്കെ ഗില്ലറ്റിൻ ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കളയുന്ന ഒരു ആയുധമാണ് ഗില്ലറ്റിൻ. ഇപ്പൊ ഗില്ലറ്റിൻ ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ ഈ ഒരു ഭീകര നയം ഫ്രാൻസിൽ അദ്ദേഹം നടപ്പിലാക്കി. ഈ ഭീകര നയം പക്ഷെ ജനങ്ങളെ എല്ലാവരെയും തന്നെ സസ്പീഷ്യസ് ആക്കി. അപ്പൊ ഒരു സംശയാസ്പദ നിയമം, അതായത് ലോ ഓഫ് സസ്പെക്ട്സ് എന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെ ജനങ്ങളെ എത്തിക്കുകയാണ്. അപ്പൊ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു റെയിൻ ഓഫ് ടെററിൽ വിചാരണ പോലും കൂടാതെ വധിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക സാമൂഹിക വിലക്കുകൾ, നിയന്ത്രണങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏർപ്പെടുത്തി. അതുപോലെ ധാന്യത്തിന്റെ വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരു ലൈസൻസ് അല്ലെങ്കിൽ പാസ് ഉള്ള ആളുകൾക്ക് മാത്രം ധാന്യം വിതരണം ചെയ്യുന്ന രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോ വിപ്ലവത്തെ അനുകൂലിക്കുന്നവർക്ക് മാത്രം ഭക്ഷണം പോലും ലഭിക്കുന്ന അവസ്ഥ വന്നു. ഇനി ഇത് മതവിരുദ്ധവും സാംസ്കാരിക തീവ്രവൽക്കരണവും തീവ്രവാദത്തിനെ വളർത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഈ പറയുന്ന റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. അപ്പോ ആ കാലഘട്ടത്തില്
വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തില് ഈ പുരോഹിത വർഗം, അതായത് ഫസ്റ്റ് എസ്റ്റേറ്റ് ആയിട്ടുള്ള പുരോഹിത വർഗം ജനങ്ങളുടെ ശത്രുക്കളായിരുന്നു. അപ്പോൾ പുരോഹിതന്മാർ ജനങ്ങളുടെ ശത്രുക്കളായതുകൊണ്ട് തന്നെ ഇവർക്ക്, ഈ പുരോഹിതന്മാർക്ക്, പുരോഹിതന്മാരോട് ജനങ്ങൾക്ക് വലിയ ഒരു എന്താണ് ശത്രുതാ മനോഭാവം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇദ്ദേഹം റോബസ്പിയർ വളരെ ക്രൂരമായിട്ടാണ് പുരോഹിതന്മാരെ നേരിട്ടത്. ഈ പുരോഹിതന്മാരുടെ കൂട്ടത്തില് നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. കുറെ പേരൊക്കെ എന്താണ് വളരെ ക്രൂരമായിട്ടുള്ള സമീപനമാണ് ഈ മൂന്നാം എസ്റ്റേറ്റിനോട് സ്വീകരിച്ചതെങ്കിൽ ഇവരുടെ കൂട്ടത്തിലും ഉണ്ടായിരിക്കും നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ. അപ്പൊ എല്ലാവരെയും വളരെ ക്രൂരമായിട്ട് കൊന്നുകളയുന്ന സമീപനം റോബസ്പിയർ സ്വീകരിച്ചു. പുരോഹിതന്മാരെ പീഡിപ്പിക്കുന്ന സമീപനം, ഒരു പെർസിക്യൂഷൻ നയം തന്നെയാണ് ഇവര് ഫോളോ ചെയ്തത്. അപ്പോ ആരാധനയുടെ ആ ഒരു പുതിയ പുതിയ കൾട്ടുകളൊക്കെ രൂപീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുരോഹിതന്മാരും വളരെയേറെ കൃത്യമായിട്ട് ക്രൂരതകൾക്ക് വിധേയമായതുപോലെ തന്നെ സ്ത്രീകളുടെയും ജനകീയ കൂട്ടായ്മകളുടെയും ഒക്കെ പങ്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ജനങ്ങളൊക്കെ ഈ പറയുന്ന വിപ്ലവത്തിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുകയും സ്ത്രീകളുടെയൊക്കെ പ്രാതിനിധ്യം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താണ്, ഈ ഫ്രഞ്ച് റവല്യൂഷൻ ആദ്യഘട്ടത്തില് അത്ര റാഡിക്കൽ ആയിരുന്നില്ല. എന്നാല് രണ്ടാം ഘട്ടമായപ്പോഴേക്കും ലൂയി 16 ചില നയങ്ങളും പൊതുവെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാം തന്നെ ലൂയി 16 ഈ ഒരു സസ്പീഷ്യസ് നയം കൂടി ആയതോട് കൂടിയിട്ട് വളരെ റാഡിക്കൽ സിറ്റുവേഷനിലേക്ക് ഫ്രഞ്ച് സമൂഹം മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.